കലാപ്രതിഭകളുടെ തിരുവരങ്ങ് ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ ഇന്നത്തെ അതിഥി മലയാള സിനിമയുടെ ഒരു ബഡിംഗ് സ്റ്റാർ ആണ്. അതിനേക്കാളും ഉപരി ഇപ്പൊ വളർന്നു നിൽക്കുന്ന ഒരു കലാപ്രതിഭയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പു അപർണ ബാലമുരളി. ഫാമിലിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയാണ്. അപർണ നന്നായി പാടും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അപർണ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. ഏതോ ഒരു വീഡിയോ വൈറലായപ്പോഴാണ് തോന്നുന്നത് അല്ലേ? ഞാന് സൂരജേട്ടന്റെ ഒക്കെ കൂടെ US ഒരു ഷോ ചെയ്തപ്പോ തനിയെ ഇറങ്ങി കുറച്ചായിട്ടുള്ള സമയമായിരുന്നു. അപ്പൊ അത് പാടി സൂരജേട്ടൻ പറഞ്ഞു നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഇത് ഷൂട്ട് ചെയ്യാം, വെറുതെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ കറക്റ്റ് ടോവിനോ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അതെ, ആ വീഡിയോയുടെ ഇതും അങ്ങനെ ടോവിനോ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ അങ്ങനെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാട്ടേ പഠിച്ചിരുന്നില്ല ഒരു 5th വരെ. ഞാൻ ഡാൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ ഒരു 2nd സ്റ്റാൻഡേർഡ് ആയപ്പോൾ തന്നെ ഖത്തറിൽ ഡാൻസിന് ചേർന്നു. പിന്നെ പാട്ട് ഞാൻ കുറച്ച് 5th ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ശരി എന്നാ പാടാം. ബിക്കോസ് ഇവരെ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്, അച്ഛനും അമ്മയും പഠിപ്പിക്കണതും ഒക്കെ. അപ്പൊ അതിന്റെ കുറച്ചിങ്ങനെ കേട്ടിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പഠിക്കാം, മര്യാദയ്ക്ക് പഠിച്ചു പാടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാട്ടിൽ വന്ന് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് പഠിത്തമുണ്ടോ പാട്ടിന്റെ? ഉണ്ട്. ഞാൻ കാർത്തിക വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഷോ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. ആൻഡ് ഈ ഷോയിൽ ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റ് അപർണയ്ക്ക് വേണ്ടിയിട്ട് പാട്ടോ ഡാൻസോ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യും. സോ റെഡി ആണോ? യെസ്. ഇന്ന് വരാൻ പോകുന്ന ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു വിഷ്വൽ കാണാം. ഓക്കെ. നമസ്കാരം, ഞാൻ അഞ്ജലി വാര്യർ, +2 വിദ്യാർത്ഥിനിയാണ്. 6 വർഷമായിട്ട് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നു തിരുവല്ലാമല ജയറാം മാഷും പൂങ്കുന്നം സുമാ പിഷാരി ടീച്ചറുടെ അടുത്ത്. എൻ്റെ പാട്ടിലെ മെൻറ്റർ എന്ന് പറയുന്നത് ബാലമുരളി സാറാണ്. വിധു പ്രതാപ് ചേട്ടൻ, P ജയചന്ദ്രൻ സാർ, സിത്താര ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 സിനിമയിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷികൾക്ക് പറയാനുള്ളത്, പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം. ഹരിത ഹരീഷ്. ഞാനിപ്പോൾ 11th ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ പാട്ട് പഠിക്കുന്നത് KP ബാലമുരളി സാറിൻ്റെ അടുത്താണ്. ഏകദേശം 8ഓളം സിനിമകളിൽ ഞാൻ പാടിക്കഴിഞ്ഞു. 80ഓളം ഡിവോഷണൽ ആൽബങ്ങളും പിന്നെ അല്ലാണ്ടുള്ള ആൽബങ്ങളിലൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്. റെഡ് കാർപ്പറ്റിൽ പങ്കെടുക്കാൻ പോകുന്നതിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ അതിൻ്റെ ആകാംക്ഷയിലാണ്. അപർണയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ശരിക്കും ആരാണ് ഈ വേണ്ടപ്പെട്ട ആൾക്കാർ? എനിക്ക് ശരിക്കും രണ്ടുപേരും സിസ്റ്റേഴ്സിന്റെ മാതിരിയാണ്. ഞങ്ങള് എങ്ങനെയൊക്കെയോ പരിചയപ്പെട്ടതാണ്. പക്ഷെ ശരിക്കും ഒരു ഫാമിലി മാതിരിയാണ് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ജീവിക്കുന്നത് എല്ലാവരും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ എല്ലാ കുറുമ്പുകളും അപർണയ്ക്ക് നന്നായിട്ട് അറിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ അപർണയ്ക്കും ചില അറിയാത്ത മുഖങ്ങൾ ഉണ്ടാവും. അതും നമുക്ക് അവര് പറഞ്ഞുതരാം. അവരിപ്പോ പാരവയ്ക്കാൻ വരുമായിരിക്കും. ഞാൻ നല്ല നല്ലൊരു പാരവെപ്പ് എപ്പിസോഡ് ആയിരിക്കണേ ഇത് എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം അഞ്ജലി ആൻഡ് ഹരിത. ഹലോ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം 2 പേർക്കും. നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമല്ല, അപർണേനെ നമുക്ക് എങ്ങനെയെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് അറിയണ്ടേ? സോ പറയൂ, ആദ്യം നിങ്ങളുടെ വിശേഷം പറയൂ. നിങ്ങളുടെ ഈ ബാൻഡും സംഗീത ജീവിതമൊക്കെ 2021 ആയി, പുതിയ വർഷമായി. എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്സ് ഒക്കെ? ആക്ച്വലി നമ്മള് ഇങ്ങനെ ഒരു ഫ്ലോയില് പോവാണ്. ഏതോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപർണ എപ്പോഴെങ്കിലും ആ ഫ്ലോയിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടോ? അതേ കുളമാക്കാനാണോ? എപ്പോഴും സപ്പോർട്ടാണ്. നിങ്ങൾ 3 പേരും കൂടി കൂടിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന എന്താണ് സംഭവം? ഗോസിപ്പാണോ, അതെയോ എന്തെങ്കിലും നല്ല കാര്യമാണോ സംഭവിക്കുക, അതോ പാട്ടാണോ സംഭവിക്കുക? റമ്മി ഓ, അച്ഛൻ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു, ഞാനും അമ്മയെ റമ്മി എത്ര മനോഹരമായ 2 ആചാരങ്ങൾ. ഇനി ആപ് ചേച്ചി ഏതെങ്കിലും ഒരു വേഷത്തിൽ ഇങ്ങനെ വന്ന് ആ ഒരു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടോ? ഇന്നൊരു വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി ആപ് ചേച്ചി വരണം എന്ന്? ആപ് ചേച്ചി ഇംഗ്ലീഷുകാർ പറയുന്നത് ആപ് ചേച്ചി. ഞാൻ പറഞ്ഞു വരുമ്പോ അങ്ങനെ പോണതാ ചേച്ചി. ആള് എല്ലാ ക്യാരക്ടേഴ്സിലും ഭയങ്കരമായിട്ട് എന്താ പറയാ, അടിപൊളിയാ, മാസാണ്. ചേച്ചി സൂപ്പറാണത്. മൊത്തത്തിൽ ചേച്ചി സൂപ്പറാണ്. ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇപ്പൊ എന്തോ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സോപ്പിടുന്നത്. ഇനി ബാക്കിയുള്ളത് ചേച്ചി വഴിയെ മേടിച്ചു തരും. ഇവര് സിനിമയിൽ പാടിയിട്ടുണ്ടല്ലേ? 2 പേരും പാടിയിട്ടുണ്ട്. 2 പേരും ഹരിത കുറെ ഡിവോഷണലും സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അഞ്ജലിയും ഹരിതയും കൂടിയിട്ട് പാടിയ ഒരു സിനിമ അച്ഛൻ തന്നെയാണ് മ്യൂസിക് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവര് പറയാനുള്ളത്
അത് സിനിമ ഇറങ്ങിയിട്ടില്ല. ആ. അത് ഒരു അവാർഡ് ഓസ്കാറിന് ഉവ്വ. പോണ ഒരു മൂവിയാണ്. അപ്പോൾ ഇത് സുധ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ പാടിയല് ഇവള് എന്റെ കമ്പോസ് ചെയ്തിരിക്കുന്ന ബാലമുരളി സർ. ഞാൻ ബാലിമാമൻ നാട്ടോ വിളിക്കാം, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയുടെ അച്ഛൻ എന്റെ പാടി. പാട്ട് അല്ല, അച്ഛനാണ് മ്യൂസിക് Music ചെയ്തിരിക്കുന്നത്. ഇവള് പാടിയിട്ടുണ്ടായിരുന്നു ഒരു പദം പോലത്തെ ഒരു പാട്ടും ഇവര് അങ്ങനെ. അതാണ് ഈ കൊല്ലല്ലേ അത് ഇറങ്ങി. ഈ കൊല്ലം രണ്ടുപേരുടെ ഇറങ്ങി. നിങ്ങൾ 3 പേർക്കും കൂടി എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? അഞ്ജലി കമ്പോസ് ചെയ്തിട്ട് അപർണ പാടിയ പാട്ടില്ല, അത് ഞാൻ പാടാം അത് എന്തായാലും. പക്ഷെ നിങ്ങൾക്ക് അത് പാടാൻ പറ്റില്ല. അല്ല, ഞാൻ എനിക്ക് ആ പാട്ട് ആപ്പ് ചേച്ചി പാടി അത്രയും ഫീലില് പാടിയിട്ട് ഞാനായിട്ട് എന്തിനാ. 2 ഐസ്ക്രീം. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു കാര്യം നമുക്കൊന്ന് വിഷ്വൽ ചെയ്യാം. അതായത് അഞ്ജലി മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അഞ്ജലി ഓരോന്നും പറഞ്ഞ് അപർണയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആ ഒരു അഭിനയ പ്രാധാന്യമുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ മ്യൂസിക് ഡയറക്ടർ ഈസ് റെഡി ആൻഡ് ദാ കുട്ടി പാടാനായിട്ട് വന്നിട്ടുണ്ട്. അവളെ വെള്ളമൊക്കെ കുടിച്ചല്ലോ അല്ലേ? കുടിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. നമ്മൾ പാടാൻ പോകുന്ന പാട്ട് കന്യാകുമാരി. അയ്യോ, എന്തൊരു നല്ല മ്യൂസിക് ഡയറക്ടർ. നമ്മൾ പാടാൻ പോകും. ഞാൻ ചെറുതായിട്ട് പാടിത്തരാം. ചെറുതായിട്ട് നന്നായി പാടിക്കോളാം. കന്യാകുമാരി ഭൂമി തൻ തായ് മലരേ, കന്യാകുമാരി ഭൂമി തൻ തായ് മലരേ. ഇനി അടുത്തത്. കാവൽനാഥന്റെ പാവന ജന്മത്തിൻ കാരണപ്പൊരുളാടു നീ. കാവൽനാഥന്റെ പാവന ജന്മത്തിൻ കാരണപ്പൊരുളാണു നീ. ഞങ്ങളുടെ പിച്ചൊട്ടും മാച്ചല്ലാട്ടോ, അത് വേറെ കാര്യം. ശരിയായിട്ടൊക്കെ ശരിയാവാറുണ്ടല്ലേ? ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. എന്തായാലും പോട്ടെ. അവിടെ ഇരിക്കുന്നത് ആരാണ്? നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ? അഞ്ജലിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. അനിയത്തിയും. നമസ്കാരം. അനീത്തിയാണോ അത്? ഞാൻ അനിയനാണ്. അവൾക്ക് അതാ താല്പര്യം. എന്താ ചേച്ചിയുടെ പേര് പറയൂ? എന്റെ പേര് സബിത എന്നാണ്. സബിത. അമ്മ പാടുവോ? ഇല്ല. പാട്ട് ഇഷ്ടമാണ്. അനിയൻകുട്ടനല്ല, അനീത്തിക്കുട്ടി അല്ലേ? പേരെന്താ? അദിതി. അതിഥി. പാട്ട്, ഡാൻസ് എന്താ കയ്യിലുള്ളത്? പാട്ട് പാടുവാള് നന്നായിട്ട്. ആണോ? ഒരു പാട്ട് പാടാൻ പറ്റുമോ? കുഞ്ഞിമണി ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാത്തു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാൽ തോഴനെന്നെ ഓർത്തു പാടും പോലെ. സൂപ്പർ, നല്ല മിടുക്കിയായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. ഇതാരാ വന്നിരിക്കുന്നത്? എന്റെ അച്ഛനാ. ഹരിതയുടെ അച്ഛനാണ്. നമസ്കാരം. പേര് പറയൂ അച്ഛന്റെ? പേര് ഹരീഷ്. സോ ഹരിതയുടെ ഈ ഒരു പാനിപ്പൂരി എന്ന് പറഞ്ഞ ബാൻഡിനെ കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? പാനിപ്പൂരി ഞാൻ കഴിക്കാറുണ്ടെന്ന്. അല്ല പാനിപ്പൂരിനെ പറ്റി പറയുമ്പോ ആദ്യം അപർണയെ പറ്റി പറയണം. അവരുടെ ഗുരു ബാലമുരളി സാറിനെ പറ്റി പറയണം. അവരാണ് ഇതിന്റെ എല്ലാം തുടക്കം. എല്ലാം ഹരിതയൊക്കെ പാടുന്ന സമയത്ത് കുറച്ചു മുമ്പൊക്കെ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു ബാക്കിൽ നിന്ന്. പക്ഷെ ഇതല്ല, അവർ തന്നെ എല്ലാം ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഹാർഡ് വർക്ക്. അതിന്റെ സ്പോൺസറിനെ പിടിക്കാൻ വേണ്ടിയിട്ടും അവർ തന്നെയാ പോകുന്നത്. അപ്പൊ അതിൽ ഇവരുടെ ചാലഞ്ച് നമുക്ക് വലിയ സന്തോഷമുള്ളതാണ്. അതുകൊണ്ട് അവരുടെ പിറകെ നമ്മൾ നിൽക്കുന്നു. അവർ അത്രയും ഫോക്കസ്ഡ് ആണെന്നാണ് അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ടും അതുപോലെ ബാലമുരളി സാറിന്റെ സപ്പോർട്ടും നമ്മുടെ അപ്പുവിന്റെ സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ ബാൻഡിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് അങ്ങ് കടക്കാം അല്ലേ? ആരാണ് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്? അവരുടെ പേരും കൂടി പറഞ്ഞോളൂ. ഞങ്ങളുടെ ബാൻഡിലുള്ള 2 മെമ്പർ, സാൻവൻ ജെനിലും അമിത് സാജനും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തൃശിവപേരൂര്. പച്ചക്കൊട പിടിക്കണ കാട് വട്ടത്തില് കൂടുവാനവിടവുമുണ്ടൊരു പാട്. തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കിൽ കൂടണം കടി തൃശിവപേരൂര്. ഞാനും വരാം തൃശിവപേരൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശിവപേരൂർ പൂരം കാണാൻ. കാന്തേ നീയും പോര് തൃശിവപേരൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത. തിമില എനിക്കൊന്നു കാണണം കാന്ത, തിമില എനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശിവപേരൂർ പൂരം കാണാൻ. കാന്തേ നീയും പോര് തൃശിവപേരൂർ പൂരം കാണാൻ. സൂപ്പർ പെർഫോമൻസ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വോയിസ് ശരിക്കും നല്ലൊരു സിങ്ക് ആവുന്നുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആരാന്നൊന്നും മനസ്സിലാവാതെ അത്രയും ഇങ്ങനെ ജെല്ലായിട്ട് പോകുന്നുണ്ട്. അടിപൊളി പൊളി. 4 പേർക്കും ഹാറ്റ്സ് ഓഫ്. എന്താ ഇനി അപർണ വരൂ, നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് സംസാരിച്ചിട്ട് ഇവർക്കൊരു സമ്മാനം. അതായത് അപർണ നിങ്ങളുടെ വീട്ടിൽ എന്നും വരുന്ന ആളാണ്, നിങ്ങളുടെ എല്ലാ പാട്ടുകളും കേൾക്കുന്നൊക്കെ ആളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ ടെലിവിഷൻ, കാരണം ഇവരുടെ ആദ്യത്തെ TV ഷോ ആണല്ലേ, അപ്പൊ ടെലിവിഷൻ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ അപ്പു ചേച്ചിക്ക് നിങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്താ അടിപൊളിയായിട്ട് ഇവരുടെ, എനിക്ക് പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴും കേൾക്കാൻ ഇഷ്ടമാണ്. ഇവരുടെ എല്ലാ എന്താ പറയുക, ഓരോ റിലീസ് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു അയ്യോ ഇത് കുറച്ചും കൂടെ കേട്ടാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് എന്താ റിലീസസ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നതും ഇതിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പോൾ വാസ് റിയലി നൈസ്. പിന്നെ ഞാൻ ഓൾറെഡി കേട്ട് വന്നുകൊണ്ട് എനിക്ക് അറിയാം. എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പെർഫോമൻസ് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയത്. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ബാൻഡ് പാനിപൂരി എന്ന് പറയുന്ന ഈ ബാൻഡ് കേരളം, ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ഫേമസ് ആവട്ടെ അല്ലേ. ഒരുപാട് TV ഷോസും സ്റ്റേജ് ഷോസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ 4 പേരുടെയും ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ എല്ലാം അടിപൊളി. 4 അല്ല 5 പേരുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം ഇങ്ങനെ അടിപൊളിയാവട്ടെ. അപ്പൊ നമുക്കൊരു സമ്മാനം മേടിച്ചാലോ? അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു പ്രതിഭയുമായിട്ട് അല്ലെങ്കിൽ പ്രതിഭകളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. Till then we are saying bye bye. This is Red Carpet.